മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് ചെലവൂരിൽ 16-കാരിയെയും ബന്ധുവായ യുവാവിനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂഴിക്കൽ സ്വദേശികളായ നസ്രീൻ, ബന്ധു അദിനാൻ എന്നിവരാണ് മരിച്ചത്. പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇല്ല, ഇപ്പം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇച്ചിരി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. പോസിബിൾ സൂയിസൈഡാണ്, പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. 16-കാരിയുടെ കൊലപാതകത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബന്ധു അദിനാൻ വീട്ടിലെത്തിയത് രാത്രി 7:30 അടുക്കള ഭാഗത്തോട് അകത്ത് കയറാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. വീടിന്റെ എല്ലാ മുറിയുടെയും കള്ളച്ചാവി അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ദിലിഷ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്? ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് അദിനാനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുവാണ് അദിനാൻ. ഏറെ നാളുകളായിട്ട് അദിനാൻ തന്നെയാണ് ഈ കുടുംബത്തിന് എല്ലാ സഹായവും ചെയ്തിരുന്നതും. പെൺകുട്ടിയുടെ പിതാവ് വിദേശത്താണ്. അദിനാനാണ് എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നതും അവിടെ കൂടെ ഉണ്ടായിരുന്നതും. എന്നാൽ അദിനാൻ ചില സ്വഭാവ ദൂഷ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇതിന് പിന്നാലെ അദിനാനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു പക അദിനാന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതായിരിക്കണം ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ്. എങ്കിൽ ഇപ്പോൾ പറയുന്നത് വെച്ച്, അതായത് വീട്ടിലൊരു മോഷണ ശ്രമം ഇന്നലെയും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് അതിനാൽ നേരത്തെയും വീട്ടിൽ മോഷണ ശ്രമം നടത്തിയിട്ടുള്ളതാണ്, പിടിക്കപ്പെട്ടതാണ്. കൊല്ലപ്പെട്ട പെൺകുട്ടി തന്നെയാണ് അത് വീട്ടുകാരെ അറിയിച്ചതും. അതിനു പിന്നാലെ അദിനാനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയും അവിടെ മോഷണ ശ്രമം നടന്നിട്ടുള്ളതായിട്ടാണ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് പുലർച്ചെ 5:30 ഈ കൃത്യം നടക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രി 7:30 തന്നെ അദിനാൻ വീട്ടിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീടിന്റെ മുൻവശത്ത് ബന്ധുക്കൾ എല്ലാവരും ചേർന്ന്, പെൺകുട്ടിയുടെ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് വിഷു ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് കള്ളത്താക്കോലിട്ട് അദിനാൻ വീടിന്റെ പുറകുവശത്തോട് അകത്ത് കയറുന്നത്. മോഷണ ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം. ബന്ധുവാണ് അദിനാൻ വീട്ടിലേക്ക് കയറി മോഷണ ശ്രമത്തിനിടെ ഇത് കണ്ടപ്പോൾ സഹോദരി കസിനെ കൊലപ്പെടുത്തിയതാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. മറ്റു വാർത്തയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.